നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അതിൽ ഒരു തർക്കവുമില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, പലരും നിസ്കരിക്കുന്ന സമയത്ത് പല അബദ്ധങ്ങളും ചെയ്യാറുണ്ട്, പല കറാഹത്തായ കാര്യങ്ങളും ചെയ്യാറുണ്ട്, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് ആ കറാഹത്തായ കാര്യങ്ങൾ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണേ. നമ്മളെ നിസ്കാരത്തിന്റെ വിഷയമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ കഷ്ടപ്പാടുകൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ. അല്ലാഹ്, എല്ലാവർക്കും സന്തോഷല്ലേ, എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. നിസ്കരിക്കാത്തവൻ യഥാർത്ഥ മുഅ്മിനല്ല. ഒരാൾ കൃത്യമായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതവും അവന്റെ മരണവും രക്ഷയിലാകും. ഒരിക്കലും അവൻ പരാജയപ്പെടൂല എന്നുള്ളതാണ്. ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ ദുനിയാവിലും ആഖിറത്തിലും അവൻ പരാജയപ്പെട്ടു പോകും, അവൻ നശിച്ചു പോകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിനെ കുറിച്ച് സൂറത്തുൽ മാഊനില് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു ആയത്തുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്താണ് അതിന്റെ അർത്ഥം? നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയുന്നത്? നിസ്കരിക്കുന്നവർക്ക് നരകമോ? അല്ലാഹ്, നിസ്കരിക്കാത്തവര് എന്തുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിച്ചത് എന്ന് മാലിക് എന്ന മലക്ക് നരകവാസികളോട് ചോദിക്കുമ്പോ നരകവാസികൾ പറയും, ഞങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടാണ് നരകത്തിൽ പ്രവേശിച്ചത് എന്ന്. ഇങ്ങനെ മറ്റൊരായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സൂറത്തുൽ മാഊനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട്. എങ്ങനത്തെ നിസ്കാരമാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരാണ്, തോന്നിയതുപോലെ നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ തോന്നിയതുപോലെ നിസ്കരിക്കുക. നിസ്കാരത്തിന്റെ ഫർള് ശ്രദ്ധിക്കുന്നില്ല, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നില്ല, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പലരും നിസ്കരിക്കുന്നത്. അവർക്ക് നരകത്തിൽ ഒരു താഴ്വാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ഖുർആനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നിസ്കരിക്കുമ്പോൾ പലരും ചെയ്യുന്ന പല അബദ്ധങ്ങളും ഞാൻ നിങ്ങളെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമത്തെ കറാഹത്ത്, ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കുക. പല ആളുകളും നിസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കാറുണ്ട്. എന്താ ആകാശത്തിലെ അല്ലാഹ്? അത് ആരാ പറഞ്ഞത്? നിസ്കരിക്കുന്ന സമയത്ത് ആകാശത്തേക്കല്ല നോക്കേണ്ടത്, സുജൂദിന്റെ സ്ഥാനത്തേക്കാ നോക്കേണ്ടത്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്താണ് അവരവസ്ഥ? എന്ത് പിരാന്താണ് അവർ ചെയ്യുന്നത്? അങ്ങനെ ഒരിക്കലും നിസ്കരിക്കുന്ന സമയത്ത്, തക്ബീർ കെട്ടുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ കണ്ണ് ചിമ്മി നിസ്കരിക്കുക. വെറുതെ അനാവശ്യമായി കണ്ണ് ചിമ്മി നിസ്കരിക്കാൻ പാടില്ല. ഇനി ഒരാൾക്ക് കണ്ണ് ചിമ്മിയാലേ ഭക്തി ലഭിക്കുള്ളൂ, അള്ളാനെ ഓർമ്മ വരൂ എങ്കിൽ അവനക്ക് കണ്ണ് ചിമ്മി നിസ്കരിക്കാമെന്ന് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അനാവശ്യമായി കണ്ണ് ചിമ്മി നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ പല ആളുകളും ചെയ്യുന്ന തെറ്റുകളാണ്. അതുകൊണ്ടാണ് ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിസ്കാരത്തിൽ ഒരിക്കലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതുപോലെ വിശപ്പുള്ള സമയത്ത് നിസ്കരിക്കുക. നമുക്ക് നല്ല വിശപ്പുണ്ട്, ആ സമയത്ത് നിസ്കരിക്കൽ കറാഹത്ത. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്ന നിസ്കാരം ഖളാ ആകുമെങ്കിൽ ആദ്യം നിസ്കരിക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുക. അല്ല, നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ നിന്നാൽ ളുഹ്ർ നിസ്കരിക്കാൻ ഒരുപാട് സമയം ബാക്കിയുണ്ടെങ്കിൽ ആദ്യം ഭക്ഷണം കഴിക്കുക, പിന്നെ ളുഹ്ർ നിസ്കരിക്കുക. അങ്ങനെ തന്നെയാണ് എല്ലാ നിസ്കാരത്തിന്റെ വിഷയവും. അതുപോലെ തന്നെ വസ്ത്രം ചുരുട്ടി വെച്ച് നിസ്കരിക്കുക. ഇതൊക്കെ നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വലിയ ഫുൾ കൈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും, നിസ്കരിക്കുന്ന സമയത്ത് അതിങ്ങനെ ചുരുട്ടി 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 ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ നിസ്കാരത്തിൽ വസ്ത്രങ്ങൾ ചുരുട്ടി വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാന്റ് ചുരുട്ടി വെക്കുന്ന ആളുകളുണ്ട്.
അങ്ങനെ ചുരുട്ടി വെച്ച് നിസ്കരിച്ചാൽ അവിടെ കറാഹത്ത് സംഭവിക്കും. അതുപോലെ തന്നെ ഒറ്റക്കാലിൽ നിസ്കരിക്കുക ചില പിരാന്തന്മാരൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല. അനാവശ്യമായി ചുറ്റും നോക്കുന്ന സ്വഭാവം, നിസ്കരിക്കുന്ന സമയത്ത് കിബിലയിലേക്ക് നോക്കാതെ അങ്ങനെ കണ്ണുകൊണ്ട് എല്ലായിടത്തേക്കും നോക്കുക. തല ചിരിക്കണമെന്നൊന്നുമില്ല, വെറുതെ കണ്ണുകൊണ്ട് ഇങ്ങനെ മുന്നിൽ വരുന്ന ആളെ നോക്കുക, സൈഡിലുള്ള ആളെ ഇടം കണ്ടിട്ട് നോക്കുക. അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല, അതൊക്കെ കറാഹത്താണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ വസ്ത്രം കൊണ്ട് കളിക്കുക, നിസ്കരിക്കുന്ന സമയത്ത് മുഖമക്കനെ ശരിയാക്കുക, അതുപോലെ തന്നെ കുപ്പായം ശരിയാക്കുക, ഡ്രസ്സ് ശരിയാക്കുക, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അതിൽ നിസ്കാരത്തിൽ കറാഹത്ത് സംഭവിക്കും. അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് വജ്ജത്ത് ഒഴിവാക്കുക. വജ്ജത്ത് ഓതൽ നിർബന്ധമാണ് എന്ന് വരെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ വജ്ജത്ത് ഒഴിവാക്കല്? വജ്ജത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. നിസ്കാരം വേഗം കയ്യാനാണ് ഉസ്താദേന്ന്. വേഗം കയ്യണ്ട, നിസ്കാരം അള്ളഹാനോട് സംസാരിക്കല്ലേ, അതെങ്ങനെ വേഗം കയ്യല്? അപ്പോൾ വജ്ജത്ത് ഒഴിവാക്കരുത്. വജ്ജത്ത് പ്രത്യേകമായ സുന്നത്താണ്. അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്തിന് മുമ്പ് ഔദ് ഒഴിവാക്കുന്ന ആളുകളുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കല്ലേ, എല്ലാ പുണ്യങ്ങളും നമ്മൾക്ക് കരസ്ഥമാക്കണം. ഒരൊറ്റ സുന്നത്ത് പോലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരത്തിൽ സൂറത്ത് ഒഴിവാക്കുക. ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. സൂറത്ത് അറിയില്ല ഉസ്താദെ, എല്ലാ റക്കാത്തിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാൻ പറ്റുമെങ്കിൽ അത് ഓതിക്കോ. ഒരു സൂറത്തും അറിയില്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തെങ്കിലും സൂറത്ത് ഓതുന്ന സമയത്ത് ഓതി റുക്കൂയിലേക്ക് പോകണം. എന്നാലും സൂറത്ത് നമ്മൾ ഒഴിവാക്കരുതേ എന്നാണ് മഹാന്മാര് പറയുന്നത്. അതുപോലെ തന്നെ ഇമാമിനോടൊപ്പം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇമാമും മാമൂമായി നിസ്കരിക്കുമ്പോൾ ഇപ്പൊ തറാവിയൊക്കെ പല സഹോദരിമാരും ഇമാമും മാമൂമായിട്ട് നിസ്കരിക്കുക. അപ്പൊ ഇമാമിനോട് കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റൂല. പിന്നെ എന്തിനാ ഇമാമിനെ നിർത്തിക്കണത്? ആദ്യം ഇമാമ് സലാം വീട്ടണം. ഇമാമിന്റെ 2 സലാം വീട്ടിയിട്ടേ നമ്മൾ സലാം വിട്ടുള്ളൂ. ഇമാമ് റുക്കൂയിലേക്ക് പോയിട്ടേ നമ്മൾ റുക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇമാമ് എഴുത്തിദാലിലേക്ക് വന്നിട്ടേ നമ്മൾ എഴുത്തിദാലിലേക്ക് വരാൻ പറ്റുള്ളൂ. ഒക്കെ ഇമാമിന്റെ ശേഷമാകണം. ഇമാമിന്റെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇമാമിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സൽക്കർമ്മമുണ്ട് നിസ്കാരത്തില്. അതേതാ? ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഇമാം ആമീൻ പറയുമ്പോ ഇമാമിന്റെ കൂടെ ആമീൻ പറയുക. ഇത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിക്റുകൾ ഒഴിവാക്കുക. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി 3 വട്ടം പറയണം. അത് പല ആളുകൾ ഒഴിവാക്കുന്നതായി കാണാം. 2 വട്ടം പറയും, 1 വട്ടമൊക്കെ പറയുന്ന ആളുകളുണ്ട്. ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു അത് ഒഴിവാക്കുന്ന ആളുകളുണ്ട്. സുജൂദിൽ ദിക്ർ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. ഒന്നൊക്കെ ആക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ദിക്റുകൾ ചുരുക്കാനോ ഒഴിവാക്കാനോ പാടില്ല. അത് കറാഹത്താണ്. ഇങ്ങനെ ഒരുപാട് കറാഹത്തുകളുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് വിരൽ പൊട്ടിക്കുക, അതൊക്കെയാണ് ചില ആളുകളെ പരിപാടി. നിസ്കരിക്കുന്ന സമയത്ത് എല്ലാം നമ്മളെ കൽബിലേക്ക് വരിക. നിസ്കരിക്കുന്ന സമയത്ത് വിരൽ പൊട്ടിക്കുക, കൈകൾ ഇങ്ങനെ കോർത്ത് വെക്കുക, ഇതൊക്കെ നിസ്കാരത്തിൽ കറാഹത്താണ്. നമ്മളെ നിസ്കാരത്തിന്റെ വിഷയമാണ്. ഇതൊക്കെ പഠിക്കണം. പല ആളുകൾ ഈ വിഷയം കേൾക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്യാതിരുന്നാൽ നാളെ പരലോകത്ത് വെച്ച് റബ്ബേ ഞാൻ നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പഴയ തുണികൾ കൂട്ടി വലിച്ചെറിയുന്നത് പോലെ നമ്മളെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിൽ മറവാണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയജ്അൽ തിൽകാ വജ്ഹിഹി ഷൈഅ, നിങ്ങളുടെ മുമ്പിൽ മറയുണ്ടാവണം. ഇനി ഒരു മറയുമില്ലെങ്കിൽ ഒരു വടിയെങ്കിലും നാട്ടി നിസ്കരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. മറയുണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പല ആളുകളും കസാല മറയാക്കാറുണ്ട്, സ്റ്റൂള് മറയാക്കാറുണ്ട്. എന്നാൽ വീട്ടിൽ നല്ല ചുമരുണ്ടാകും, നല്ല ഉറച്ച തൂണുണ്ടാകും, അതല്ലെങ്കിൽ സ്ക്രൂ ചെയ്യപ്പെട്ട പല വസ്തുക്കൾ ഉണ്ടാകും. ഭൂമിയിൽ ഉറപ്പിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടായിരിക്കെ കസാല വെച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. ഭൂമിയിൽ ഉറപ്പിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടായിരിക്കെ കസാല വെച്ചാൽ ആ കസാല മറയായി പരിഗണിക്കൂല. നിസ്കാരത്തിൽ കറാഹത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു ഉറപ്പിക്കപ്പെട്ട ഒരു ചുമരുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് മറയുടെ ഓർഡർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി അങ്ങനെ ചുമരോ തൂണുകളോ ഇല്ലെങ്കിലാണ് നമ്മൾ പിന്നെയാണ് അടുത്ത ഓപ്ഷനാണ് കസാല, അതല്ലെങ്കിൽ സ്റ്റൂള് വെക്കല്. മറയും നമ്മളും തമ്മിൽ ഉള്ള അകലം പാലിക്കേണ്ടത് 3 മുഴാണ്. മറയിൽ നിന്ന് 3 മുഴം വിട്ടുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആൾ നിൽക്കേണ്ടത്. അതിനേക്കാൾ കൂടുതൽ നിൽക്കാൻ പാടില്ല. അതിനേക്കാൾ കൂടുതൽ നിന്നാലും നിസ്കാരത്തിൽ കറാഹത്ത് സംഭവിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മയിൽ ഞാൻ പെടുത്തിയിട്ടുള്ളത്. ഇനി എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം ബാത്തിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ചെയ്താൽ നിസ്കാരം പറ്റ ബാത്തിലാവും, ഒരിക്കലും ശരിയാവൂല. ഒന്നാമത്തെ കാര്യം, നിസ്കാരത്തിൽ സംസാരിക്കുക. ചില ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാകും. അതുപോലെ നിസ്കാരത്തിൽ അമിതമായി ചലിക്കുക, നമ്മളെ കൈ ഇങ്ങനെ അമിതമായി ചലിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും, നിസ്കാരം ശരിയാവൂല. ആദ്യം മുതൽ നമ്മൾ നിസ്കരിക്കേണ്ടി വരും. ഇപ്പോ കൊതുകടിച്ചു, അപ്പൊ നമ്മൾ ഇങ്ങനെ മാന്താണ്, ഇങ്ങനെ മാന്തി നിസ്കാരം ബാത്തിലാവും.
അങ്ങനെ മാന്താൻ പറ്റൂല. ഒരു വിരൽ ഇങ്ങനെ അനങ്ങിയാൽ കുഴപ്പമില്ല, ഈ കൈ ഇങ്ങനെ അനങ്ങിയാ നിസ്കാരം ബാത്തിലാകും. ശരീരം മുഴുവനും അനങ്ങിയാലും നിസ്കാരം ബാത്തിലാവും. കൈ ഇങ്ങനെ വെറുതെ അനക്കിയാലും നിസ്കാരം ബാത്തിലാവും. അപ്പൊ 3 കൂടുതൽ അനാവശ്യമായി ചലനം ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഔറത്ത് വെളിവായാൽ നിസ്കാരം ബാത്തിലാവും. ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ, നിസ്കാര കുപ്പായം ധരിക്കുന്ന സമയത്ത്, മുഖമക്കനൊക്കെ ധരിക്കുന്ന സമയത്ത് ഈ ഭാഗമൊക്കെ കണ്ടാല് നിസ്കാരം ബാത്തിലാവും. ഇത് വരെ ഇടണം. നമ്മളെ ഈ താടിയല്ലേ ഉണ്ടോ, അതുവരെ മുഖമക്കനിടണം. അതിന്റെ അടിഭാഗമൊക്കെ നമ്മളുടെ ഔറത്താണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഒരു മുടി പുറത്തേക്ക് വന്നാൽ അത് നിന്റെ ഔറത്താണ്, നിസ്കാരം ബാത്തിലാവും. സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ കയറി കൈയിന്റെ ഈ ഭാഗം കണ്ടാൽ നിസ്കാരം ബാത്തിലാകും. സുജൂദിലേക്ക് പോകുമ്പോൾ കാല് കാണാൻ പറ്റൂല, നിസ്കാരം ബാത്തിലാകും. സ്ത്രീകളുടെ ഔറത്താണ്, മുഖവും മുൻകൈയും വെച്ച് എല്ലാ ഭാഗവും നിസ്കാരത്തിൽ ഔറത്താണ്. അതുകൊണ്ട് ഔറത്ത് വെളിവായാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിന്റെ ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിസ്കാരം അവസാനിപ്പിക്കണോ അവസാനിപ്പിക്കണ്ടേ എന്ന് ചിന്തിക്കുക. ഞാൻ നിസ്കാരം നിർത്തുകയാണെന്ന് ഒരാളാണ് ചിന്തിച്ചു, വെറുതെ നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്തായിട്ടുള്ളൂ ളുഹർ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുക ഞാൻ നിസ്കാരം അവസാനിപ്പിക്കുകയാണെന്ന് ചിന്തിച്ചാൽ തന്നെ നിസ്കാരം ബാത്തിലാവും. പക്ഷെ നോമ്പ് അങ്ങനെ ബാത്തിലാവൂല. നമ്മൾ നോമ്പുകാരനായിരിക്കുക, ഉച്ച സമയത്ത് നല്ല വിശപ്പാണ്, നല്ല പട്ടിണിയാണ്, ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഞാൻ നോമ്പ് മുറിക്കാണെന്ന് പറഞ്ഞു. നോമ്പ് മുറിക്കണമെന്നില്ല, പക്ഷെ ഞാൻ നോമ്പ് മുറിക്കാണെന്ന് പറഞ്ഞു, എന്നാൽ നോമ്പ് ബാത്തിലാവൂല. പക്ഷെ നിസ്കാരത്തിന്റെ പകുതിയോ നിസ്കാരത്തിന്റെ തുടക്കത്തിലൊക്കെ വെച്ച് ഞാൻ നിസ്കാരം നിർത്തുകയാണെന്ന് ചിന്തിച്ചാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ റുക്നുകളിൽ ഭംഗം വരുത്തുക. നിസ്കാരത്തിന് 14 ഫർളുകളുണ്ട് അല്ലെ, ഫാത്തിഹ സൂറത്ത് മുതൽ നിയ്യത്ത് മുതൽ 14 ഫർളുകളുണ്ട്. ആ 14 ഫർളുകളിൽ 1 ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. റുക്കു ഒഴിവാക്കി, നിസ്കാരം ബാത്തിലായി. ഫാത്തിഹ മുഴുവൻ ഓതിയില്ല, നിസ്കാരം ബാത്തിലായി. സുജൂദ് ചെയ്തില്ല, നിസ്കാരം ബാത്തിലാവും. സുജൂദിന്റെ ഇടയിൽ ഇരുന്നില്ല, നിസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുക. എങ്ങനെ? എന്റെ ഉമ്മ വന്നാൽ ഞാൻ എന്റെ നിസ്കാരം അവസാനിപ്പിച്ച് വീടിന്റെ ഡോറ് തുറന്നു കൊടുക്കും. അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ, മദ്രസ വിട്ട് വന്നാൽ ഞാൻ എന്റെ നിസ്കാരം അവസാനിപ്പിച്ച് വാതിൽ തുറന്നു കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ചായ കൊടുക്കും എന്ന് ചിന്തിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഒന്നിനോടും ബന്ധിപ്പിച്ച് നിസ്കരിക്കാൻ പാടില്ല. വാഹനം വന്നാൽ ഞാൻ നിസ്കാരം ഒഴിവാക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നിസ്കാരം ഒഴിവാകുന്നതാണ്. ഇങ്ങനെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും നിസ്കാരം കറാഹത്താകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. വെറുതെ അങ്ങനെ വയല് കേട്ടിട്ട് കാര്യമില്ല, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കൽ ഓരോ മനുഷ്യനും ഫർള് ഐനാണ്, എല്ലാവർക്കും നിർബന്ധമാണ്. എനിക്ക് നിർബന്ധമാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിസ്കാരങ്ങളും നമ്മളെ ദക്കാത്തുകളും നമ്മളെ ദിക്റുകൾ, സ്വലാത്തുകൾ, സൽക്കർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.